Hello friends, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്ന പാർട്ട് 2 വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടിയുടെ ഓയിൽ ചേഞ്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ നമ്മൾ ഓയിൽ ചോർത്തിക്കൊണ്ടിരിക്കുന്നത് J1 സീരീസ് എഞ്ചിനിൽ നിന്നാണ്. റോയൽ എൻഫീൽഡിന്റെ 650cc വണ്ടികൾക്കൊഴിച്ച് ബാക്കി എല്ലാ വണ്ടികൾക്കും സെമി സിന്തറ്റിക് ഓയിലാണ് വരുന്നത്. 650cc വണ്ടികൾക്ക് വരുന്നത് സിന്തറ്റിക് ഓയിലാണ്. സെമി സിന്തറ്റിക് ഓയിലിന്റെ ഗ്രേഡ് വരുന്നത് 50W15 ആണ്. സിന്തറ്റിക് ഓയിലിന് 10W15 വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഓയിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഗ്രേഡ് ശ്രദ്ധിച്ചു വേണം ഓയിൽ വാങ്ങേണ്ടത്. കമ്പനി പറഞ്ഞിരിക്കുന്ന ഗ്രേഡിലുള്ള ഓയിലുകൾ മാത്രം നിങ്ങളുടെ വണ്ടിയിൽ യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഓയിൽ സ്റ്റെയിനർ. ഓയിലിൽ വരുന്ന അഴുക്കും പൊടിയും എല്ലാം അടിഞ്ഞു കൂടുന്നത് ഈ ഒരു സ്റ്റെയിനറിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓയിൽ ചേഞ്ച് സമയങ്ങളിലും ആ ഒരു സ്റ്റെയിനർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ തുറക്കുന്നത് ഓയിൽ ഫിൽറ്റർ സൈഡാണ്. എല്ലാ ഓയിൽ ചേഞ്ചിലും ഓയിൽ ഫിൽറ്റർ കൂടി മാറേണ്ടതാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഓയിൽ ഫിൽറ്ററിംഗ് നടക്കാതെ വരികയും ഡസ്റ്റ് പാർട്ടുകൾ എഞ്ചിനുള്ളിലേക്ക് കടക്കുകയും സോഫ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ പോർഷനുകളിൽ അത് സ്ക്രാച്ചസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഓയിൽ ആൻഡ് ഓയിൽ ഫിൽറ്റർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫിൽറ്ററിൽ വരുന്ന പേപ്പർ എലമെന്റ് ബ്ലോക്ക് ആകുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ ഫിൽറ്ററിൽ വരുന്ന പേപ്പർ എലമെന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഫിൽറ്ററിൽ തന്നെ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാൽവ് ഓപ്പൺ ആവുകയും ആ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതുവഴിയായിരിക്കും പിന്നീടുള്ള ഓയിലുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് കമ്പനി പറയുന്ന ഇടവേളകളിൽ തന്നെ ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് പോകേണ്ടതാണ്. എന്തിനാണ് ഓയിൽ ഫിൽറ്ററിൽ അങ്ങനെ ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഓയിൽ ഫിൽറ്റർ മാറാതിരുന്നു കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ആവുകയും ഓയിലിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നു. അങ്ങനെ ഓയിലിൻ്റെ ഫ്ലോ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എഞ്ചിൻ പാർട്ടിനെ ഡാമേജ് ആകുന്നതിന് കാരണമാകുന്നു. അഴുക്കുകൾ അടിഞ്ഞ് പേപ്പർ എലമെൻറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാൽവ് ഓപ്പൺ ആവുകയും ഫിൽറ്റർ ചെയ്യാത്ത ഓയിൽ സർക്കുലേറ്റ് ആവുകയും ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്യാതെ വരുന്ന ഓയിൽ കുറേ നാൾ ഇങ്ങനെ എഞ്ചിനിൽ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എഞ്ചിൻ പാർട്ടിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് പോകേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ അടയ്ക്കുന്ന ഫിൽറ്റർ ക്യാപ്പിൻ്റെ ആയാലും സ്റ്റെയിനർ ക്യാപ്പിൻ്റെ ആയാലും ഓയിൽ ടോപ്പ് ചെയ്യുന്ന ആ ഒരു ക്യാപ്പിൻ്റെ ആയാലും എല്ലാ ഭാഗത്തും ഓർങ്ങുകൾ വരുന്നുണ്ട്. ആ ഒരു ഓർങ്ങിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഓയിൽ ഓർങ്ങി ഇടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്ന് ഓയിൽ ലീക്ക് ആകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരുന്ന റബ്ബർ ഓർങ്ങുകളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓയിൽ സ്റ്റെയിനർ ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ സ്റ്റെയിനർ തിരിച്ചിടേണ്ടതാണ്. ഇതിൻ്റെ എല്ലാ വശത്തു നിന്നും നല്ലോണം ഒന്ന് എയർ അടിച്ച് വേണം ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. സ്റ്റെയിനറെല്ലാം ഫിക്സ് ചെയ്ത് അടച്ചതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റായിട്ട് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 50W15 സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. J1 സീരീസിൻ്റെ എഞ്ചിൻ ഓയിൽ റീഫില്ലിംഗ് അളവ് വരുന്നത് 1.7 ലിറ്ററാണ്. ഈ പറഞ്ഞ അളവിൽ നിന്ന് ഓയിൽ ലെവൽ കൂടുവാനോ കുറയുവാനോ പാടില്ല. അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന ഓയിൽ ലെവൽ വിസിബിൾ ഗ്ലാസ്സിൽ കൂടി നോക്കി മാത്രം ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു വിസിബിൾ ഗ്ലാസിൻ്റെ മാർക്കിംഗ് ലെവലിൽ കറക്റ്റായിട്ട് വേണം ഓയിൽ ലെവലും നിൽക്കേണ്ടത്. ഓയിൽ കൃത്യമായിട്ട് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഓയിൽ ക്യാപ്പൊക്കെ അടച്ചതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.